സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയോട് ഗോകുൽ അപ്പയുടെ മനസ്സിൽ കൃഷി സാറല്ലേ, അതാണ് എനിക്കറിയാം. അപ്പ ഇക്കാര്യം അച്ഛനോടും പറയണം. അച്ഛൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാതിരിക്കില്ല. അപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും അച്ഛൻ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണം അച്ഛൻ മേടിച്ചു കൊടുത്തോളെന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മാനസയും അമ്മയും പോയി കഴിഞ്ഞതിന് ശേഷം ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. എൻ്റെ മനസ്സിലുള്ള കാര്യം എന്തായാലും അച്ഛനെയും അമ്മയെയും അറിയിക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് സാഗറിൻ്റെയും സുജാതയുടെയും അടുത്ത് ചെന്നിട്ട് മനസ്സ് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അവളെ എനിക്ക് ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഞാനിത് നിശ്ചയത്തിന് മുൻപ് ഡാഡിയോട് പറഞ്ഞിരുന്നതല്ലേ, ഡാഡി അത് മുഖവിലയ്ക്ക് എടുത്തില്ല. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞത് കേൾക്കണം. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ അവളെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് സാഗറും സുജാതയും ഞെട്ടി കൃഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മനോജ് രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ ധനലക്ഷ്മി വരുണിൻ്റെ അച്ഛൻ വന്നിരുന്നു. ഞാൻ വാക്ക് കൊടുത്തു, വിവാഹത്തിന് നമുക്കിത് എങ്ങനെയെങ്കിലും നടത്തണം. അച്ഛനും കൺമണിയും എന്തെങ്കിലും ഉടക്ക് ന്യായങ്ങളും ഒക്കെ ആയിട്ട് വരും. ഇത് നടത്താതിരിക്കാൻ അത് മനോജേട്ടൻ സമ്മതിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മനോജിൻ്റെ അടുത്തേക്ക് ശ്രീനി വന്നിട്ട് കൺമണിയും വരുണുമായിട്ടുള്ള വിവാഹം നമുക്ക് വേണോ മോനെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്നിങ്ങനെ മനസ്സിലാകാത്ത പോലെയൊക്കെ മനോജ് ചോദിക്കുന്നുണ്ട്. വരുണുമായിട്ടുള്ള കല്യാണം മോൾക്ക് അത്ര ഇഷ്ടമല്ല, അയാൾ ആളത്ര ശരിയെന്ന് തോന്നുന്നതെന്നൊക്കെ ശ്രീനി പറയുമ്പോൾ പിന്നെ എങ്ങനെ ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കും? നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, വരുൺ നല്ല പയ്യനാണ്, ഞാൻ എങ്ങനെയും വിവാഹം നടത്തുമെന്നും പറയുന്നുണ്ട് കേട്ടോ മനോജ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് കടന്നു വരുന്ന കൺമണിയോടെ വിവാഹത്തിന് തയ്യാറായിക്കൊള്ളാനും മനോജ് പറയുന്നുണ്ട്. ഇത് കേട്ട് സങ്കടപ്പെട്ട് ശ്രീനിയുടെ നെഞ്ചത്ത് വീണ് കരയുന്നുണ്ട് കേട്ടോ കൺമണി. സുജയുടെയും സാഗറിനെയും അടുത്ത് നിന്ന് കൃഷി പോയപ്പോൾ അവർ നിരാശപ്പെടുകയാണ് ഇത് കേട്ട്. എന്നിട്ട് സുജാത നേരെ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയിട്ട്, നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം പോകില്ലേ? ഡാഡിയുടെയും ജയമോഹൻ അങ്കിളിൻ്റെയും ബന്ധം വഷളാകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ സത്യം പറയണം, നിൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് സുജ തുറന്ന് ചോദിക്കുന്നതും ഇത് കേട്ട് കൃഷി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നീട് ഗോകുലിനോട് കൺമണി മനോജിൻ്റെ ഈ തീരുമാനം അറിയിക്കുമ്പോൾ, അച്ഛൻ എന്തേ ഇങ്ങനെ? അച്ഛന് അപ്പയുടെ വിഷമം അറിഞ്ഞുകൂടെ? വരുൺ ചേട്ടനെ പോലെ ഒരാളെ വിവാഹം കഴിച്ചാൽ അപ്പയുടെ ഭാവി എന്താകും എന്ന് അച്ഛൻ എന്താ ആലോചിക്കാതെ? അപ്പയെ കുരുക്കിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു സൂത്രം പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗോകുലം.